വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദൈവം നമുക്ക് ദാനമായി തന്നത്. പലവട്ടം ഈ സങ്കീർത്തനം സഭയിൽ വായിച്ച് തിരുവെഴുത്തുകളെ തിരുവെഴുത്തുകളിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലവും ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. തുടക്കത്തിലെ വാക്യം, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തോത്രം. ദൈവം ഒരു ആഹ്വാനമാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത് ആരാണ്? ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാണ്? അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അടുത്തത്, സ്തുതിക്കുന്നത് ആർക്കാണ്? നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പൊ ദൈവം ഇവിടെ ആരുടെ സ്തുതിയും സ്തോത്രവും ആരാധനയുമാണ് സ്വീകരിക്കുന്നത്. ആമേൻ. നമുക്ക് സ്തോത്രം പറയുന്നതിന് പഞ്ഞമില്ല. നമുക്ക് സ്തോത്രം പറയാം, നമുക്ക് ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ആരാധന, നമ്മുടെ സ്തുതി, നാം അർപ്പിക്കുന്ന യാഗം ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം നീതിമാന്മാരായിരിക്കണം. കാരണം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീതിയുള്ള നീതിമാനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവം നമ്മളെ, അതുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ട ആ നീതി, പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ നീതി നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ കുറ്റമുള്ളവരായി മാറി, പാപികളായി മാറി, കൊള്ളരുതാത്തവരായി മാറി. അവൻ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ അനീതിയുള്ളവരായി മാറി. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ദൈവം നമുക്ക് തന്നത്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. അടുത്തത്, ദൈവം നമുക്ക് തന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധനായ ദൈവം, ആമേൻ, നമ്മൾ ദൈവവുമായിട്ടുള്ള വിശുദ്ധിയുടെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. അതാണ് വിശുദ്ധി. അപ്പോൾ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ തേജസ്, ഇത് 3ഉം പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക സ്വഭാവങ്ങൾ ദൈവം നമുക്ക് തിരികെ നൽകി. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തിന് നിങ്ങൾ വിശുദ്ധരായിരിക്കണം? ഞാനും നിങ്ങളും തമ്മിൽ ഒരു സംസർഗമുണ്ടാകണമെങ്കിൽ, എനിക്ക് നിങ്ങളുടെ കൂടെ വസിക്കണമെങ്കിൽ, എനിക്ക് നിങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ, ഹലോ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരണമെങ്കിൽ, ആമേൻ, എൻ്റെ സ്വഭാവമുള്ളവരുടെ കൂടെ മാത്രമേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ദൈവം പറയുകയാണ്, ആമേൻ, ദൈവത്തിൻ്റെ നീതി നമ്മൾ വെളിപ്പെടുത്തുന്നവരായി മാറണം. ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മൾ വെളിപ്പെടുത്തുന്നവരായി മാറണം. അപ്പൊ ദൈവത്തിന് ആരുമായിട്ടാണ് സംസർഗമുള്ളത്? ആരുമായിട്ടാണ് ഇടപാടുള്ളത്? ആരുമായിട്ടാണ് ദൈവത്തിന് ഡീലുള്ളത്? ലോകത്തിലെ എല്ലാവരുമായിട്ട് ദൈവത്തിന് ഡീലില്ല. ദൈവത്തിന് എല്ലാവരുമായിട്ട് ഒരു ബന്ധമില്ല. എന്നാൽ ദൈവത്തിന് ബന്ധമുള്ളത് ദൈവിക സ്വഭാവങ്ങൾ സ്വായത്തമാക്കിയവരുമായിട്ടാണ് ദൈവത്തിന് ഇടപാടുള്ളത്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ആ സ്വഭാവങ്ങൾ തിരിച്ചു തന്നത്. നമുക്കറിയാം, ഏദൻ പൂങ്കാവനത്തിൽ നമ്മുടെ കർത്താവ് വെയിലാറുമ്പോൾ എല്ലാ ദിവസവും ആദാമിനോട് ചേർന്ന്
ഹവ്വയോട് ചേർന്ന് ഏദൻ പൂങ്കാവനത്തിൽ ഒരു നടപ്പുണ്ടായിരുന്നു, ഒരു സാന്നിധ്യമുണ്ടായിരുന്നു, ഒരു കൃപ, ഒരു ദൈവവുമായിട്ടൊരു ബന്ധം, ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ആ ഫെലോഷിപ്പ് എപ്പോൾ നഷ്ടപ്പെട്ടു? പാപം ചെയ്തപ്പോൾ ആ കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് അവരെ ഇറക്കി വിടുകയാണ്. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ പുറത്തു പോവുകയാണ്. ആമേൻ. ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് നഷ്ടപ്പെടുകയാണ്. ആമേൻ. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിന്ന് നമ്മളെ പറിച്ചു മാറ്റുന്ന എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ ഇന്ന് ഈ സഭായോഗം കഴിഞ്ഞു പോകുമ്പോൾ, കർത്താവേ, നീ എൻ്റെ കൂടെ നടക്കാൻ കഴിയാതെ വണ്ണം, നീ എൻ്റെ കൂടെ ഇരിക്കാൻ കഴിയാതെ വണ്ണം, ഞാനും നീയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ കഴിയാതെ വണ്ണം എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ദൈവമേ ക്ഷമിക്കണമേ, നീ എൻ്റെ കൂടെ പോരണമേ. അവൻ മോശ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ഒരു കാര്യം ഉറപ്പാ, നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര പരാജയമാണ്, ഞങ്ങളുടെ പ്രവർത്തികൾ പരാജയമാണ്, ഞങ്ങളുടെ ഗമനം പരാജയമാണ്. എന്നാൽ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വഴിയാത്രയിൽ എന്തെല്ലാം ദുർഘടങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ആ ദുർഘടങ്ങൾക്കൊന്നും ഞങ്ങളെ തടയിടാൻ പറ്റില്ല, ഞങ്ങളെ ഒതുക്കാൻ പറ്റില്ല, ഞങ്ങളെ നിർത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ കനാൻ നാട് സ്വായത്തമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ദൈവകൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കൊമ്പൻ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് സ്വയമേ ഫലം കായ്ക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അടുത്തത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ. ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളിലും വസിക്കും. എവിടെ വസിക്കണം? എന്നിൽ. എവിടെ വസിക്കണം? യേശു ക്രിസ്തുവിൽ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, തൻ്റെ പ്രഭാഷണത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കണം. Abide in me. Praise the Lord. It's not an easy thing to abide in Jesus. യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായി കണക്കാക്കരുത്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കർത്താവിനെ പോലെയാകണം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മിൽ വസിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിത അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നമ്മൾ വസിക്കണം.
എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. സ്തോത്രം. എന്നിൽ നിന്നും അകന്നു പോകുന്ന ഒരുവനിൽ എനിക്ക് വസിപ്പാൻ സാധ്യമല്ല. എന്നിൽ നിങ്ങൾ വസിക്കണം. അബൈഡ് ഇൻ മീ. അടുത്ത് വായിച്ചാട്ടെ. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ. സ്തോത്രം. ദൈവമക്കളെ, ചിന്തിക്കല്ലേ കേട്ടോ. കർത്താവിനെ കൂടാതെ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ ചെയ്തെടുക്കാം എന്ന് നാം കണക്ക് കൂട്ടണ്ട. യേശു ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനങ്ങൾ വിഫലമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ, അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ദൈവമക്കളെ, നാം നന്നായി അധ്വാനിക്കുന്നതൊക്കെ പലപ്പോഴും വൃഥാവായി പോകുന്നതിൻ്റെ കാരണം ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അടുത്തത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ, ജീസസ്. Amen. With Jesus we are heroes. Without Jesus we are zero. യേശുവിനെ കൂടാതെ നാം സീറോയാണ്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹീറോയാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവ് ഒക്കെ നമ്മുടെ അസ്ഥാനത്താകുന്ന ഒരു സമയമുണ്ട്. എന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പണമില്ലെങ്കിലും, നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും, സ്വാധീനമില്ലെങ്കിലും നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കാൻ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം നിന്റെ മേൽ പകരുക. യേശുവിൻ്റെ കൂടെ നടക്കാൻ, ദൈവ സാന്നിധ്യത്തിൽ നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനെ ശക്തീകരിക്കുക. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നതുപോലെ ഒരു മനുഷ്യൻ പോലും ദൈവ കൂടെ നടക്കാനില്ലെങ്കിലും ആമേൻ, ദൈവവുമായിട്ട് നീ ഒരുമിച്ച് ചേർന്ന്. വേദപുസ്തകം പറയുന്നു, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടഭിപ്രായമുള്ളവർ ഒരുമിച്ച് പോയാൽ പോകുന്ന വഴിക്കെല്ലാം എന്തായിരിക്കും? അടിയായിരിക്കും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ എങ്ങനെ പോയെന്നാ? തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോയി. ആമേൻ. സ്തോത്രം. പല കുടുംബത്തിലും ഇന്ന് തർക്കവും വാദവുമാണ്. ദൈവത്തിന് സ്തോത്രം. പിശാച് തകർത്ത് കളയുന്ന അനുഭവങ്ങളിലൂടെ കുടുംബങ്ങൾ കടന്നു പോകുന്നതിൻ്റെ കാരണം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതാ. എന്നാൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പുറകെ അവരറിയാതെ യേശു പതുക്കെ ചെന്ന് അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. അവരുടെ കൂടെ നടന്ന് അവർ തർക്കിക്കുകയാണ്, അവർ വാദിക്കുകയാണ്, അവർ ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നെങ്കിലും അവരുടെ ഇടയിൽ വലിയ തർക്കമാണ്. യേശു കർത്താവ് കൂടെ നടന്ന് അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിജയം അതാണ്. തർക്കമില്ലാഞ്ഞിട്ടല്ല, വാദമില്ലാഞ്ഞിട്ടല്ല നമ്മൾ പിരിഞ്ഞു പോകാതിരിക്കുന്നത്, ഡിവോഴ്സിന് പോകാതിരിക്കുന്നത്. തർക്കവും വാദവും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ തർക്കത്തിൻ്റെയും വാദത്തിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ദൈവ ശബ്ദമുണ്ട്. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ കർത്താവിനോട് ചേർത്ത് പിടിക്കുന്ന. അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞതുപോലെ അകത്തളത്തിൽ ആത്മൻ വചനത്തിന്റെ തീ കത്തുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും തകരാതിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവ സാന്നിധ്യം നിന്നെ പിരിക്കുന്ന സാന്നിധ്യമല്ല. ഈ ദൈവ സാന്നിധ്യം നിന്നെ തകർക്കുന്ന സാന്നിധ്യമല്ല. ഈ ദൈവ സാന്നിധ്യം നിന്നെ ഇല്ലാതാക്കുന്നതല്ല. ഇല്ലാതാക്കാൻ ശത്രു പദ്ധതി ഇടുമ്പോഴും അതിനെ പണിയുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എത്ര പേർക്ക് ജീവിതത്തിൽ അനുഭവമുണ്ട്? എത്ര പേർക്ക് അനുഭവമുണ്ട്?
ഹല്ലേലൂയ. പിടിച്ചു നിന്നത് കർത്താവിൻ്റെ സാന്നിധ്യമല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ തർക്കം മാറി, വാദം മാറി, പ്രതികൂലം മാറി, ഏഷണി മാറി, അടി മാറി. ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ്. ഈ പെട്ടകം നിന്റെ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ നിനക്ക് അനുഗ്രഹമുണ്ടായത്? ഈ പെട്ടകം നിന്റെ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ നിന്റെ സ്ഥിതി മാറിയത്? ഈ പെട്ടകം നിന്റെ കുടുംബത്തിൽ വന്നതുകൊണ്ടല്ലേ നിന്റെ മാന്യതയുണ്ടായത്? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യനെ, ഈ പെട്ടകം നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്റെ സ്ഥിതി മാറിയെങ്കിൽ ഒരു വലിയ കൃപ ഇവിടെ വ്യാപരിക്കുക. ഇന്ന് ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വരുന്ന ദിവസമാ. നീ കടന്നു പോകുന്ന ഇടത്ത് ഈ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. അവൻ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ചെങ്കടൽ നീ ഭയപ്പെടണ്ട. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യോർദാൻ നീ ഭയപ്പെടണ്ട. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാറായിൽ നീ ചഞ്ചലപ്പെട്ടു പോകത്തില്ല. ഈ ദൈവ സാന്നിധ്യം നിന്നെ വട്ടമിട്ട് പരിപാലിക്കും, നിന്നെ ചുറ്റി പരിപാലിക്കും. ഈ ദൈവ സാന്നിധ്യം നിന്നെ ജയാളിയാക്കി മാറ്റും. ഈ ദൈവ സാന്നിധ്യം നിന്നെ ജയാളിയാക്കി മാറ്റും. ഈ ദൈവ സാന്നിധ്യം ആമേൻ നിന്റെ മുമ്പിൽ ഒരു വ്യക്തിക്ക് പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നെ പ്രകാശപൂരിതമാക്കി മാറ്റും. മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവന്റെ ത്വക്ക് പ്രകാശിച്ചതുപോലെ അവൻ നിന്നെ എതിർക്കാൻ നിൽക്കുന്ന, നിനക്കെതിരെ അപവാദം പറയുന്ന, അവൻ നിനക്കെതിരെ ദൂഷണം പറയുന്ന അവൻ ഒരു വ്യക്തിക്കും നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരോടാണ് ദൈവത്തിന് സംസർഗം? ആരുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്? ആരുടെ സ്തുതിയാണ് ദൈവം സ്വീകരിക്കുന്നത്? ഈ നാളുകളിൽ ദൈവ ശബ്ദം കേട്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. നമ്മുടെ ദൈവം നേരുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വക്രതയില്ല. വക്രതയുള്ള ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വാദം, ഞാൻ വക്രതയുള്ളവനോട് അങ്ങനെ ആയിരിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം നേരുള്ളവരാണ്. അവരുടെ സ്തുതിയും അവരുടെ ആരാധനയുമാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. ധാരാളം വാക്യങ്ങൾ ഓരോന്നും എടുത്ത് പ്രസംഗിക്കണം എന്നെനിക്കുണ്ട്. എന്നാൽ സമയത്തിൻ്റെ കുറവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ ആ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവൻ്റെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ എന്തു ചെയ്യുന്നു? കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അടുത്തത് അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അല്ലെ, 9ാമത്തെ വാക്യം എന്താണ്? അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ആമേൻ. കമാൻഡഡ്. അവൻ അങ്ങനെ അരുളി ചെയ്തു എന്നാണ്. For he spake and it was done. He commanded and it stood fast. എങ്ങനെ? അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതം നടക്കും. നമ്മുടെ കർത്താവ് ഒരു വാക്ക് കമാൻഡ് ചെയ്താൽ അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കും. അതവിടെ സ്ഥാപിതമാകും. ഹല്ലേലൂയ. ഉറപ്പിക്കത്തില്ലെന്ന് ലോകം മുഴുവൻ വാദിച്ചാലും ഉറപ്പിക്കത്തില്ലെന്ന്, നിലനിർത്തത്തില്ലെന്ന് വാദിച്ചാലും എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതവിടെ നിൽക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക്.
എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കാറ്റടങ്ങിയെങ്കിൽ, കടല് ശാന്തമായെങ്കിൽ, ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. എൻ്റെ കർത്താവ് നിന്നെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ നിനക്ക് വിരോധമായി അലതല്ലി കയറി വരുന്ന തിരമാലകൾ അവിടെ നിൽക്കും, അവിടെ നിൽക്കും. ഒരിഞ്ച് മുന്നോട്ട് നീങ്ങത്തില്ല, അവിടെ നിൽക്കും. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് അവിടെ സ്റ്റക്കാവും. ഓ ജീസസ്, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. ഈ ഞായറാഴ്ച നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത് ഇതാണ്. ആമേൻ. നിന്റെ മുമ്പിൽ നിനക്കെതിരെ വരുന്ന സകല പ്രതികൂലങ്ങളെയും തടഞ്ഞു നിർത്താൻ, വാക്കുകൊണ്ട് തടഞ്ഞു നിർത്താൻ. എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ ജാതികളുടെ ആലോചനയെ, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാലോചനയും നടക്കത്തില്ല. സ്തോത്രം. ദുഷ്ടൻ എത്ര ആലോചിച്ചാലും അത് വ്യർത്ഥമാണ്. ഒന്ന് വാ തുറന്ന് പറ, ദുഷ്ടപിശാചേ, നീ കൂട്ടുകെട്ടുണ്ടാക്കി എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ സഭയ്ക്കെതിരെ നീ എത്ര പോരാടിയാലും അത് വ്യർത്ഥമാണ്, അത് വ്യർത്ഥമാണ്. യെസ്, യേശുവിൻ്റെ നാമത്തിൽ വാ തുറന്ന് പറഞ്ഞെന്ന് ആരാധിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ നിരൂപണങ്ങളെ ദൈവം നിഷ്ഫലമാക്കി കളയും. അഫീഥോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കി കളഞ്ഞ ദൈവം, ഹല്ലേലൂയ. ആരാം രാജാവിന്റെ ആലോചനകളെ, ഗൂഢാലോചനകളെ അബദ്ധമാക്കിയ ദൈവം. ഓ ജീസസ്. പ്രാർത്ഥിക്കുന്ന ഒരു എലീശായ്ക്കെതിരെ ഒരു രാജ്യം മുഴുവൻ ഗൂഢാലോചന നടത്തി. പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെതിരെ ഗവർണർമാർ ഗൂഢാലോചന നടത്തി, അധിപന്മാർ ഗൂഢാലോചന നടത്തി. അവനൊറ്റ മുട്ടുമടക്കല. ആ ദുഷ്ടന്റെ ആലോചന വ്യർത്ഥമായി. ഓ ജീസസ്. ഇത് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. 2025 ഒടുക്കം പോലെ നിന്നെ കാണിക്കത്തില്ലെന്ന് ആലോചന ഉണ്ടാക്കി, ആഭിചാരം ചെയ്ത് നിന്നെ തകർത്ത് കളയാൻ പോരാടുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം ഇതിനകത്തുണ്ട്. ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ. നിന്നെ രോഗിയാക്കി കളയാനും നിന്റെ തലമുറയെ തകർത്ത് കളയാനും ഒക്കെ പിശാച് പദ്ധതിയിടുമ്പോൾ അത് നിർവീര്യമായി പോവുക, നിർവീര്യമാകുക. ഇപ്പോൾ തന്നെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ പദ്ധതികൾ പൊളിയട്ടെ. Receive, receive, receive in the name of Jesus. Receive in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ ദൂത് ഏറ്റെടുക്ക്. ഈ തലമുറയിൽ നിന്നെ തൊടാൻ പറ്റില്ല. Oh, in the name of Jesus. Oh, Rabba Shanta Rabba 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 Hudamana Hatta Regadhala. നിനക്ക് കാണാൻ പറ്റുന്ന മണ്ഡലം, നിനക്ക് കാണാൻ പറ്റാത്ത മണ്ഡലം ഉണ്ട്.
നീ കാണുന്നപ്പോൾ നിന്നെ ചിരിച്ചു കാണിക്കുന്ന പലരും നീ കാണാത്തപ്പോൾ നിനക്കെതിരെ ആഭിചാരം ചെയ്യുമ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ദുഷ്ടാത്മാവുണ്ട്, ആരാധനയുണ്ടെങ്കിൽ ആഭിചാരമുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നതിനെതിരെ ആഭിചാരം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ല. വിട്ടുകൊടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, നിന്റെ മേൽ കത്തുന്ന തീ, അന്ധകാര മണ്ഡലങ്ങളെ കത്തിക്കുന്ന തീയാണെന്ന്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അന്ധകാരത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന അഭിഷേകമാണ്. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ആമേൻ. ആത്മാവിൽ ജാഗരിച്ച് ആരാധിച്ചോണം, ഒരു അഭിഷേകം വ്യാപരിക്കും. ഹല്ലേലൂയ, ആമേൻ. അതാണ് 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശ വയ്ക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഹോ ജീസസ്, ഹല്ലേലൂയ. മനസ്സിലായോ? യഹോവയുടെ ദൃഷ്ടി, ആ വാ തുറന്ന് പറഞ്ഞ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും, ദൈവത്തിൻ്റെ നോട്ടം, ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലിരിക്കുന്നു. അവന്റെ നോട്ടം എൻ്റെ മേലിരിക്കുന്നു. സ്തോത്രം. തൻ്റെ ദയക്കായി പ്രത്യാശ വയ്ക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വല്ലപ്പോഴും നോക്കി വിടുകയല്ല. നീ കിടന്നുറങ്ങുമ്പോഴും ആ ദൃഷ്ടിയുണ്ട്. നീ മിഡ് നൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ആ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിനക്കെതിരെ ശത്രു പദ്ധതി അടക്കുമ്പോഴും നീ കാണുന്നതിടത്തും നിനക്ക് കാണാൻ പറ്റാത്ത തലങ്ങളിലും കാണുന്ന മണ്ഡലത്തിലും കാണാത്ത മണ്ഡലത്തിലും ഒരുപോലെ നിന്നെ കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് എന്ത് ചെയ്തെന്ന നീ നീതിമാനാണോ? നീ നേരുള്ളവനാണോ? ദൈവത്തിൽ വസിക്കുന്നവനാണോ? ആമേൻ. ഇതൊന്നും നിനക്ക് കേൾക്കത്തില്ല. അവൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് അവൻ നിന്നെ നടത്തും. അവൻ്റെ കണ്ണുകൊണ്ട് അവൻ നിന്നെ നടത്തും. അവൻ്റെ ആലോചനയാൽ അവൻ നിന്നെ നടത്തും. അവൻ്റെ ദൂത് നിനക്ക് തന്ന് നടത്തും. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നടത്തും. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഭക്തനൊടുവിൽ അവസാനിപ്പിക്കുകയാണ്. അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നേരുള്ളവരായി
നീതിയുള്ളവരായി ദൈവത്തെ സേവിക്കാൻ സമർപ്പിച്ചു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ വീണ്ടും ചില പാട്ടുകൾ കൂടി പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. കൊയർ മുമ്പോട്ട് വന്ന് 1-2 പാട്ടുകൾ കൂടി പാടി നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ കരങ്ങളെ തട്ടി നൃത്തം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാവരും ആമേൻ. അവനൊറ്റ മുട്ടുമടക്കല. ആ ദുഷ്ടന്റെ ആലോചന വ്യർത്ഥമായി. ഓ ജീസസ്, ഇത് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. 2025 ഒടുക്കം പോലെ നിന്നെ കാണിക്കത്തില്ലെന്ന് ആലോചന ഉണ്ടാക്കി ആഭിചാരം ചെയ്ത് നിന്നെ തകർത്ത് കളയാൻ പോരാടുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നാം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം ഇതിനകത്തുണ്ട്. ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, നിന്നെ രോഗിയാക്കി കളയാനും നിന്റെ തലമുറയെ തകർത്ത് കളയാനും ഒക്കെ പിശാച് പദ്ധതിയിടുമ്പോൾ അത് നിർവീര്യമായി പോവുക, നിർവീര്യമാകുക. ഇപ്പോൾ തന്നെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ പദ്ധതികൾ പൊളിയട്ടെ. Receive, receive, receive in the name of Jesus. Receive in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ ദൂത് ഏറ്റെടുക്ക്. ഈ തലമുറയിൽ നിന്നെ തൊടാൻ പറ്റില്ല. In the name of Jesus. Oh Rabba Shantaraba Rabba Rabba Udamana Hatta Rega Dhala. നിനക്ക് കാണാൻ പറ്റുന്ന മണ്ഡലം, നിനക്ക് കാണാൻ പറ്റാത്ത മണ്ഡലം ഉണ്ട്. നീ കാണുന്നപ്പോൾ നിന്നെ ചിരിച്ചു കാണിക്കുന്ന പലരും നീ കാണാത്തപ്പോൾ നിനക്കെതിരെ ആഭിചാരം ചെയ്യുമ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ദുഷ്ടാത്മാവുണ്ട്, ആരാധനയുണ്ടെങ്കിൽ ആഭിചാരമുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നതിനെതിരെ ആഭിചാരം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ല. വിട്ടുകൊടുക്ക. കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, നിന്റെ മേൽ കത്തുന്ന തീ, അന്ധകാര മണ്ഡലങ്ങളെ കത്തിക്കുന്ന തീയാണെന്ന്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അന്ധകാരത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന അഭിഷേകമാണ്. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ആമേൻ. ആത്മാവിൽ ജാഗരിച്ച് ആരാധിച്ചോണം. ഒരു അഭിഷേകം വ്യാപരിക്കും. ഹല്ലേലൂയ, ആമേൻ. അതാണ് 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശ വയ്ക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഹോ ജീസസ്, ഹല്ലേലൂയ. മനസ്സിലായോ? യഹോവയുടെ ദൃഷ്ടി, ആ വാ തുറന്ന് പറഞ്ഞ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും. ദൈവത്തിൻ്റെ നോട്ടം, ദൈവത്തിൻ്റെ കണ്ണ്
എൻ്റെ മേലിരിക്കുന്നു. അവന്റെ നോട്ടം എൻ്റെ മേലിരിക്കുന്നു. സ്തോത്രം. തന്റെ ദയക്കായി പ്രത്യാശ വയ്ക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വല്ലപ്പോഴും നോക്കി വിടുകയല്ല. നീ കിടന്നുറങ്ങുമ്പോഴും ആ ദൃഷ്ടിയുണ്ട്. നീ മിഡ് നൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ആ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ആ നിനക്കെതിരെ ശത്രു പദ്ധതി അടക്കുമ്പോഴും നീ കാണുന്നതിടത്തും നിനക്ക് കാണാൻ പറ്റാത്ത തലങ്ങളിലും കാണുന്ന മണ്ഡലത്തിലും കാണാത്ത മണ്ഡലത്തിലും ഒരുപോലെ തന്നെ കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് എന്ത് ചെയ്തെന്ന നീ നീതിമാനാണോ? നീ നേരുള്ളവനാണോ? ദൈവത്തിൽ വസിക്കുന്നവനാണോ? ആമേൻ. ഇതൊന്നും നിനക്ക് കേൾക്കത്തില്ല. അവൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് അവൻ നിന്നെ നടത്തും. അവൻ്റെ കണ്ണുകൊണ്ട് അവൻ നിന്നെ നടത്തും. അവൻ്റെ ആലോചനയാൽ അവൻ നിന്നെ നടത്തും. അവൻ്റെ ദൂത് നിനക്ക് തന്ന് നടത്തും. അവൻ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തന്ന് നടത്തും. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഭക്തനൊടുവിൽ അവസാനിപ്പിക്കുകയാണ്. അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.